എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ ഒരു ദിനോസറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവനവൻ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ വാല് അത് തിരികെ കിട്ടി. അത് വെറും ഒരു വാലല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവന്റെ ശക്തി തന്നെ നിശ്ചയിക്കുന്ന ഒരു നല്ല വാലാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ നമ്മുടെ മൊട്ടപ്പനെയും ഗോക്കുവിനെയും രണ്ടുപേരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം അവരെ അഭിനന്ദിക്കും. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കഴിവും പവറും ഉള്ള രണ്ടുപേരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ ഇവർ നമുക്ക് എല്ലാവർക്കും പ്രചോദനവും മാതൃകയാണെന്ന് പറഞ്ഞ് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബുൽമിക്കാണെങ്കിൽ ഭയങ്കര പേടി. ഓ നോ, അവന്റെ വാല് അത് തിരികെ കിട്ടിയിരിക്കുകയാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാലാണ്. അത് തിരികെ വന്ന വലിയ അപകടം ഉണ്ടാവും. ഉണ്ണിക്കുട്ടനാണെങ്കിൽ അത് കേട്ട് അത് ശരിവെക്കും. അതെ, ആ വാലിന്റെ പവർ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ വാൽ അവന് തിരികെ കിട്ടിയ തീർച്ചയായിട്ടും അവൻ ഈ ലോകം തന്നെ തകർത്തില്ലാതാക്കും. അത്രയും വലിയൊരു മോൺസ്റ്റർ അവന്റെ ബോഡിയിലുണ്ട്. ഇനി എന്ത് സംഭവിക്കാം, നമ്മൾ തീർച്ചയായിട്ടും അവനെ കരുതലോടുകൂടെ നോക്കണമെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, ഓ നോ, നിനക്കിപ്പോ പുതിയൊരു വാല് എവിടുന്ന് കിട്ടി, എങ്ങനെ മുളച്ചു വന്നു? അതിന് ഗോകു പറയും, ഇത് പുതിയതല്ല, പഴയ എന്റെ വാല് തന്നെയാണ്. ഇത് ഇടയ്ക്ക് വെച്ചെനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പൊ വീണ്ടും എനിക്ക് കിട്ടി. ശരിക്കും പറഞ്ഞ ഈ വാലും കൂടെ വന്നപ്പോഴാണ് ഞാൻ പൂർണ്ണനായെന്ന് പറഞ്ഞ് അവൻ ആ വാലൊക്കെ ആട്ടി കാണിക്കും. ആങ്കർ ആണെങ്കിൽ ഗോകുവിനോട് നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ച് മൈക്ക് അവന്റെ നേരെ നീട്ടുകയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത് നിങ്ങൾ എനിക്ക് തരുകയാണോ? അതിന് മൊട്ടപ്പം പറയും, ഈ മണ്ടത്തരം പറയരുത്, അത് മൈക്കാണ്. ആൾ ചോദിച്ച ചോദ്യത്തിന് മാത്രം നീ മറുപടി പറയും. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവന്റെ വയസ്സ് എണ്ണാനായിട്ട് തുടങ്ങും. 1, 2, 3, 5, 10, 12. അതെ, എനിക്ക് 12 വയസ്സായി. അത് കേട്ട് വീണ്ടും എല്ലാവരും ചിരിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, ഇതിൽ ഞാൻ കരുതിയത് നീ എന്നെ കഴിഞ്ഞും എൽഡർ ആണെന്നാണ്. പക്ഷേ നീ എന്നെ കഴിഞ്ഞ് 1 വയസ്സിന് യങ്ങറാണ് ഗോകു. സോ നീ ഇനി മുതൽ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയും. ഇങ്ങനെയുള്ള കാണികൾക്കെല്ലാം തന്നെ അവന്റെ വയസ്സ് കേട്ട് ഭയങ്കര അത്ഭുതം. ആങ്കർ ആണെങ്കിൽ അവന്റെ വാലിനെ കുറിച്ച് ചോദിക്കും, ഇത് ഇത്ര നേരവും നിനക്കുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് ഇത് എങ്ങനെ വന്നു? ഒരു വാല് അത് ഒറിജിനലാണോ? അതിന് ഗോകു ആണെങ്കിൽ മറ്റൊന്നും ചെയ്യില്ല, അവന്റെ നിക്കർ അഴിച്ച് ആ വാല് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും അത് കണ്ട് വീണ്ടും ചിരി അടക്കാനാവാതെ ചിരിച്ചു കൊണ്ടേയിരിക്കും. മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെടും, ഗോകു നീ എന്തായി ചെയ്യണേ? നിന്റെ നിക്കർ അത് കയറ്റിയിട്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ നിതമ്പൊന്നും പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ ചീത്ത പറയും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഡ്രസ്സിനെ കുറിച്ചും മാസ്റ്ററിനെ കുറിച്ചും നമ്മുടെ ആൾക്കാരുടെ ട്രെയിനിങ്ങിനെ കുറിച്ചും ചോദിക്കും. അതിന് മൊട്ടപ്പനാണെങ്കിൽ പറയും, സത്യത്തിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്തത് മാസ്റ്റർ റോഷിയാണ്. അത് കേട്ട് ആങ്കറിനും അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഈ വേൾഡിൽ വെച്ച് നമ്പർ 1 മാസ്റ്ററാണ് സാക്ഷാൽ റോഷി. അദ്ദേഹം ഈ വയസ്സിലും ജീവിച്ചിരിക്കുന്നത് വലിയ അത്ഭുതമാണ്. അതിന് മൊട്ടപ്പം പറയും, അതെ, ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളുടെ മാസ്റ്റർ റോഷി. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് തന്നു, പാല് കൊടുക്കാനായിട്ട് പഠിപ്പിച്ചു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെപ്പൻസിൽ വർക്ക് ചെയ്യാൻ, കൃഷി ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റി. അവൻ പറയുന്നത് കേട്ട് ജനങ്ങൾക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റില്ല. അവർ വീണ്ടും വീണ്ടും തിരിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. മാസ്റ്റർ ആണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് എന്റെ പേര് ജാക്കി ചാൻ ആണെന്ന് പറയും. അതിന് ഹാൻസം ബോയ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്കറിയാം നിങ്ങൾ മാസ്റ്റർ റോഷിയാണെന്ന്, നിങ്ങൾ വെറുതെ കള്ളം പറയാണ്. നിങ്ങളുടെ നടപ്പ്, സംസാരം, ശബ്ദം മാത്രമല്ല പെണ്ണുങ്ങളോടുള്ള നിങ്ങളുടെ ബിഹേവിയർ, അത് കണ്ടാൽ അറിയാം നിങ്ങൾ മാസ്റ്റർ റോഷി തന്നെയാണെന്ന്. അതിപ്പോ ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞ് ഹാൻസം ബോയ് ആണെങ്കിൽ മാസ്റ്ററുടെ ആ മുടി പിടിച്ച് വലിക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ആളങ്ങനെ തെന്നിമാറും. ആങ്കർ ആണെങ്കിൽ അടുത്ത ഫൈറ്റിനായിട്ട് മാസ്റ്ററിന്റെ പേര് വിളിക്കും. അതിന് മാസ്റ്റർ ക്യാഷ്ലായിട്ട് പറയും, എന്റെ പേര് വിളിച്ചു, എനിക്കിപ്പോ പോയേ പറ്റൂ, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് നടന്നു പോകും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ സ്റ്റേജിലേക്ക് വന്ന് എന്റെ ഇന്റർവ്യൂ അത് ആവശ്യമില്ലെന്ന് ചോദിക്കും. അതിന് ആങ്കർ ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഇപ്പൊ സമയമില്ല, എത്രയും വേഗം ഫൈറ്റ് ചെയ്യണം. അതിൽ ദേഷ്യപ്പെട്ട് മാസ്റ്റർ ആണെങ്കിൽ ആ മൈക്ക് മേടിക്കും. ഞാനാണ് മാസ്റ്റർ ജാക്കി ചാൻ, എനിക്ക് പല കഴിവുകളുണ്ടെന്ന് പറഞ്ഞ് ആള് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കാണുമ്പോൾ ഗോകുവിനും ഭയങ്കര ആവേശം. പിന്നെ അവർ രണ്ടുപേരും ചേർന്ന് സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ്. എനിക്ക് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പെൺകുട്ടികളുടെ ഫാനാണ്, അവരെ ഇംപ്രസ് ചെയ്യാനാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ ഒരു മൈക്ക് അത് ആങ്കറിനെ തിരികെ ഏൽപ്പിച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ നമ്മുടെ അപ്പാപ്പനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പാപ്പൻ ജസ്റ്റ് ആളുടെ ഫിംഗർ വെച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ മൂക്കിലൂടെ ചോര തുളുമ്പി അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. മൊട്ടപ്പനാണെങ്കിൽ 1 സെക്കൻഡ് ഫ്രീസായി പോകും. അപ്പാപ്പനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതൊരു ടെസ്റ്റ് പഞ്ച് മാത്രമായിരുന്നു, റിയൽ പഞ്ച് അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത നിമിഷം മൊട്ടപ്പനും മാസ്റ്ററും അവർ രണ്ടുപേരും ലൈറ്റിന്റെ വേഗതയിൽ പരസ്പരം ആഞ്ഞടിക്കുകയാണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ആ ഇമ്പാക്റ്റിൽ യാതൊന്നും സംഭവിക്കില്ല. മാസ്റ്റർ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ മൊട്ടപ്പനെ നോക്കുകയാണ്. യാഹൂ, ഇവൻ സത്യത്തിൽ നല്ല പവർഫുൾ ആണ്. ട്രെയിനിങ് എടുത്തതിന്റെ എല്ലാ ഗുണവും ഇപ്പൊ അവനിൽ കാണാനുണ്ട്. അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു പഞ്ചിന്റെ ഇമ്പാക്റ്റ് അതേറ്റ് ഇപ്പൊ താഴേക്ക് വീഴും.
ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർ മൊട്ടപ്പനെ വിളിക്കുകയാണ്. ആങ്കർ ആ കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ നിമിഷം ഇപ്പൊ മൊട്ടപ്പൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. മാസ്റ്റർ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പന്റെ പെർഫോമൻസ് കണ്ട് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. സത്യത്തിൽ അവന്റെ പ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. സോ അവന് വിട്ടുകൊടുത്തേക്കാം. ഒന്നും അല്ലെങ്കിലും അവൻ എന്റെ ശിഷ്യനല്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആങ്കർ ലാസ്റ്റ് ഉണ്ടായ ആ ഒരു പഞ്ച് അതെങ്ങനെയായിരുന്നു ചോദിക്കുക. കാരണം അത് വളരെ സ്പീഡായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനുമായിട്ട് അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ആദ്യം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഫേസ് ടു ഫേസ് ഇങ്ങനെ വന്നു. അതിനുശേഷം ഞാൻ അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവൻ എന്റെ കാലിന്റെ അടിയിലൂടെ വന്ന് എന്റെ മുഖത്ത് പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെയും പഞ്ചുകൾ ബ്ലോക്കായി. ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട് പഞ്ച് ചെയ്തുകൊണ്ട് തന്നെ അടുത്തത് ആര് പഞ്ച് ചെയ്യണമെന്ന് ഞങ്ങൾ റോക്ക് പേപ്പർ സിസർ കളിച്ചു. പക്ഷെ അതും ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നു. ആ ഗ്യാപ്പിൽ മുട്ടപ്പന്റെ ശ്രദ്ധ തെറ്റി. അപ്പോഴാണ് ഞാൻ എന്റെ അടുത്ത പഞ്ച് അത് ഉപയോഗിച്ചതെന്ന് പറയും. അത് കേട്ട് ആങ്കറും അവിടെയുള്ളവരും എല്ലാവരും വട്ടടിച്ച് നിൽക്കും. മാസ്റ്റർ അപ്പാപ്പനാണെങ്കിൽ ആങ്കറിനോട് എന്നെ ഒന്ന് എടുത്ത് ഉയർത്താൻ പറ്റുമെന്ന് ചോദിക്കും. ആളാണെങ്കിൽ അദ്ദേഹത്തെ എടുത്തുയർത്തും. ആ ഗ്യാപ്പിൽ അവസാനമായിട്ട് ആൾ ചെയ്ത പഞ്ച് ഇപ്പൊ അപ്പാപ്പ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അപ്പാപ്പനെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയാണ്. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ അവനെയും ഒന്ന് എടുക്കാനായിട്ട് പറയും. അതിനുശേഷം അവൻ എങ്ങനെയാണ് ഫ്ലൈ ചെയ്ത് പോയെന്ന് അവനും കാണിച്ചു കൊടുക്കും. അങ്ങനെ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഇത്തവണ നമ്മുടെ മുട്ടപ്പൻ അവൻ നൈസായിട്ട് ഒരു ഗേൾസ് പാൻറ്റീസ് എടുത്ത് അപ്പാപ്പന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആയി അവിടേക്ക് എടുത്തു ചാടും. ആ ഗ്യാപ്പിൽ നമ്മുടെ മുട്ടപ്പൻ ആളെ ചവിട്ടി തെറിപ്പിക്കും. അപ്പാപ്പനാണെങ്കിൽ ഫ്ലൈ ചെയ്തു പോവും. അപ്പോഴായിരിക്കും പറ്റിയ അമ്മളെ എന്താണെന്ന് മനസ്സിലാവുക. ഇവിടെ മുട്ടപ്പനും നമ്മുടെ ആൾക്കാർക്കും ഓഡിയൻസിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മുട്ടപ്പനാണെങ്കിൽ അവൻ ജയിച്ചു എന്ന് ഉറപ്പിച്ച് തുള്ളിച്ചാടുമ്പോഴായിരിക്കും അപ്പാപ്പൻ ആളൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് ആളുടെ പവർ അതങ്ങനെ റിലീസ് ചെയ്ത് തിരികെ ഫ്ലൈ ചെയ്ത് വരിക. അപ്പാപ്പനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ ഗോതയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ക്യാഷ്ലായിട്ട് മൊട്ടപ്പനെ നോക്കും. ഓ നോ, ഞാൻ ജയിച്ചു എന്ന് കരുതിയതാണ്, നിങ്ങൾ വീണ്ടും എന്നെ പറ്റിച്ചു. മൊട്ടപ്പനാണെങ്കിൽ മാസ്റ്ററിനോട് പറയും, സത്യത്തിൽ ഇതെന്റെ മാസ്റ്റർ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ പവറാണ്. മാസ്റ്ററിനും ഗോകുവിനും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയും. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ അടിച്ചു പറയും, അതെ ഇത് മാസ്റ്റർ റോഷി തന്നെയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അവന്റെ 18ാമത്തെ അടവ് എടുത്ത് ഇപ്പൊ ഓടി വന്ന് മാസ്റ്ററിനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. അവൻ ക്ലോസ് എത്തേണ്ട താമസം മാസ്റ്റർ അങ്ങനെ ഉയർന്നു പോവും. അവൻ ആ ചുമരിൽ പോയി തലയിടിച്ച് വീഴുകയാണ്. അതിനുശേഷം വീണ്ടും വിട്ടുകൊടുക്കാതെ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനെ ഇടിക്കാൻ ശ്രമിക്കും. ആള് ഞൊടിയടയിൽ അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അവൻ ചുറ്റും നോക്കും. മാസ്റ്റർ അവന്റെ തൊട്ട് പുറകില്. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് മാസ്റ്ററിന്റെ മൊമെന്റ്സ് പറയും. പക്ഷെ അപ്പോഴേക്കും മാസ്റ്റർ 2 കൈ നീട്ടി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ അങ്ങനെ കംപ്ലീറ്റ് നോക്ക് ഡൗൺ ആയി താഴേക്ക് വീഴും. മാസ്റ്റർ ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, ഇനി അവൻ എഴുന്നേക്കില്ല, ഈ മാച്ച് അത് അവസാനിച്ചു എന്ന് പറഞ്ഞ് വിക്ടറി പോസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഹായ് ആയിട്ട് ഇറങ്ങി പോവാണ്. ആങ്കർ ആണെങ്കിൽ 10 തവണ എണ്ണും 20 തവണ എണ്ണിയിട്ടും അവന് ബോധം വീണിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗോകു പോയി എല്ലാവരും അവനെ സമാധാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ലാസ്റ്റ് ടൈം വരെ നീ നന്നായിട്ട് പോരാടി. ആൻസം ബോയ് ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിങ്ങളുടെ മാസ്റ്റർ റോഷിയോടാണ് നിങ്ങൾ പോരാടിയത്, അതുകൊണ്ടാണ് നീ തോറ്റുപോയത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. നീ എന്തായി പറയണേ, ഇത് മാസ്റ്റർ റോഷി അല്ല ജാക്കി ചാൻ ആണ്. അതിന് ഹാൻസം മാൻ ആണെങ്കിൽ തീർത്തു പറയും, ഇത് നിങ്ങളുടെ മാസ്റ്റർ റോഷി തന്നെയാണ്, വിഗാണ്, ഇദ്ദേഹം നമ്മളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അപ്പാപ്പനെ മുടി പിടിച്ചു വലിക്കും. അതിനപ്പാപ്പൻ ദേഷ്യപ്പെട്ട് അവന്റെ കൈ തട്ടി മാറ്റുകയാണ്. ഇതെന്റെ ഒറിജിനൽ മുടിയാണെന്ന് പറയും. ഗോകു ആണെങ്കിൽ അദ്ദേഹത്തെ സ്മെല്ല് ചെയ്ത് നോക്കും. ഇദ്ദേഹത്തിന് മാസ്റ്റർ റോഷിയുടെ സ്മെല്ലില്ല, ഓറഞ്ചിന്റെ സ്മെല്ലാണ്. ഉടനെ അപ്പാപ്പനാണെങ്കിൽ ഒരു ഓറഞ്ച് സ്പ്രേ എടുത്ത് പുറഞ്ചം അട്ടിക്കും. അതിനുശേഷം ഹാൻസം ബോയെ മാറ്റി നിർത്തി പറയും, നിന്റെ ഗസ് ശരിയാണ്, ഞാൻ മാസ്റ്റർ റോഷി തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗെയിം അത് അവസാനിക്കും വരെ മറ്റാരും അതറിയാൻ പാടില്ല. അത് പറയുന്ന അതേ നിമിഷം ഇപ്പൊ അടുത്ത മത്സരത്തിനായി ഗോകുവിനെയും ആ തലക്കെട്ടുകാരനെയും അവർ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കാനായി സ്റ്റേജിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.